ഷിജിനെ എപ്പോഴും കണ്ടാലും പൊതുവെ എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവൻ പാർട്സിലെ ക്വാളിറ്റി ചെക്കിൻ്റെ കാര്യം. അതായത് ഇത് കുറച്ചുകൂടി ഒരു പ്രോപ്പറായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം കാരണം സഹിതം എനിക്ക് എന്താ പറയുക കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരൂ, എന്താണ് ഷിജിനെ? അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് പാർട്സ് ഡാമേജ് ആയിരുന്നു. ഒരുപാട് പാർട്സ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് നമ്മൾ ഒരു 70% പാർട്സ് ഡാമേജ് ആയിരുന്നു. മനസ്സിലായി. പഴയ ചേസൊക്കെ പോയി 2013-14 മുതലുള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടി വെച്ചേക്കുമായിരുന്നു, കംപ്ലൈൻ്റ് ആയിട്ട് കയറ്റി വെച്ചേക്കായിരുന്നു. നമ്മൾ വീടിനായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മൾ ചേസ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുതിയ ചേസിലോട്ട് മാറാമെന്ന് ഞാനും കസ്റ്റമറും കൂടെ സംസാരിച്ച് ഡിസിഷൻ എടുത്തു. ആദ്യം നമുക്ക് ആ ചേസ് റിപ്പയർ ചെയ്തെടുക്കുക എന്നൊക്കെ എടുത്ത് പറഞ്ഞിരുന്നുവെങ്കിലും പുള്ളിക്ക് ഒരു ലോങ് ടൈം യൂസിന് ഈ വണ്ടി അതിനടുത്തുള്ള അറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമുക്കൊരു പുതിയ ചേസ് എടുക്കാം. അങ്ങനെ നമ്മൾ മരക്കാരിൽ ഓർഡർ ചെയ്ത് ചേസ് എടുത്തതാണ്. എനിക്ക് സ്പെയർ പാർട്സ് ഷോപ്പില്ല, അടുത്തൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ കടയിലേക്കുള്ള പാർട്സ് എല്ലാം എടുക്കുന്നത്. എല്ലാം നമ്മൾ മരക്കാറിനാണ് എടുക്കുന്നത്, എറണാകുളത്ത്. അവിടുത്തെ ആൾക്കാരോട് വരാറുണ്ട് ഷോപ്പിൽ, ഞാനോട്ട് പരിചയമുണ്ട്. മനസ്സിലായി. അപ്പോൾ നമുക്ക് ചേസ് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ആൾമോസ്റ്റ് ഫ്രണ്ടിലും ബാക്കിയൊക്കെ ഒരുപാട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് മഡ്ഗാർഡ് ഇടാൻ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് ഈ രണ്ട് പീസ് വരുന്നുണ്ട്. ഇതിൽ ബാക്ക് മഡ്ഗാർഡിന്റെ സ്റ്റേ ഇവിടെയും സീറ്റിന്റെ പിടുത്തം വരണം ഇതിലുമാണ്, ഫ്രണ്ട് സീറ്റിന്റെ. ഇതേപോലെ ഇവിടെ വരണം. പക്ഷെ ഇവിടെ സാധനമില്ല. ഓക്കെ, നമ്മൾ ഫിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത്. അതിലുണ്ട്, അത് പഴയ ചേസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ.